നമസ്കാരം പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ജീവിതം എന്നത് വളരെ സങ്കീർണമായൊരു യാത്രയാണ്. ഈ യാത്രയിൽ നമ്മൾ നിരവധി ആളുകളെ കണ്ടുമുട്ടുന്നു, പലവിധ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു, വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങൾ നാം സന്ദർശിക്കുന്നു. എന്നാൽ നമ്മൾ പോകുന്ന എല്ലാ സ്ഥലങ്ങളും നമുക്ക് സുരക്ഷിതമാണോ? നമ്മളെ തേടി വരുന്ന എല്ലാ ക്ഷണങ്ങളും ആത്മാർത്ഥതയോടുകൂടി ഉള്ളതാണോ? ചില ക്ഷണങ്ങൾ, ചില സ്ഥലങ്ങൾ, അവ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കെണികളാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ മരണം തന്നെ നിങ്ങളെ ആ ഇടങ്ങളിലേക്ക് മാടി വിളിക്കുന്നതാവാം. ഇവിടെയാണ് നാം ഇത്തരം സന്ദേശങ്ങളെ വിലയിരുത്തേണ്ടത്. നമ്മുടെ ദൈവികമായ ചൈതന്യം കൊണ്ടും നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ പ്രാർത്ഥനകൾ കൊണ്ടും നമ്മുടെ വഴിപാടുകളുടെ ശക്തി കൊണ്ടും ഇത്തരത്തിലുള്ള സന്ദേശം നമുക്ക് മുന്നിലെത്തും. ഒരുപക്ഷെ അത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കുകയില്ല, നിങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകളുടെ പ്രാർത്ഥനയുടെ പരിണിത ഫലമായിട്ടാവാം ഇത്തരം സന്ദേശങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിലെ വലിയ അപകടങ്ങളെ മാറ്റി നിർത്താനുള്ള ഒരു മുൻകരുതലായി കാണുക, ഭഗവാന്റെ രക്ഷാ കവചമായി കാണുക. പ്രിയപ്പെട്ടവരെ, പല ആളുകൾക്കും ഈ ഒരു സന്ദേശം കാണുമ്പോൾ നെഗറ്റീവായി തോന്നും. അത് നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ നിത്യജീവിതത്തിൽ നിങ്ങൾക്കൊപ്പം കടന്നുകൂടിയ നെഗറ്റീവ് ഊർജത്തിൻ്റെ പ്രതിഫലമായാണ് അത് സംഭവിക്കുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ നിത്യേന കണ്ണേറ്, പ്രാക്ക്, ശത്രുദോഷം പോലുള്ള നെഗറ്റീവ് ഊർജ്ജം ഉണ്ടാവാം. അതുകൂടാതെ ആഭിചാരം പോലുള്ള ക്രിയകളാലും നമ്മുടെ ജീവിതത്തിലേക്ക് നെഗറ്റീവ് ഊർജ്ജം കടന്നു വരും. അതുകൊണ്ട് തന്നെ ഇത്തരം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഭഗവാന്റെ ചൈതന്യം നിറഞ്ഞ സന്ദേശങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായും അതിന് നെഗറ്റീവായി തോന്നും, അതിനോട് അരോചകത്വം തോന്നും. അത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ് ഊർജ്ജത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് തന്നെയാണ്. ബുദ്ധിയുള്ളവൻ അപകടങ്ങളെ ദൂരെ നിന്നു തന്നെ തിരിച്ചറിയുന്നു. ഒരു ദുരന്തം നമ്മുടെ മുന്നിൽ വന്നു ചാടുന്നതുവരെ കാത്തുനിൽക്കാതെ അതിനെ ദൂരെ നിന്നേ കണ്ട് വഴിമാറിപ്പോകാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. അവനാണ് യഥാർത്ഥ കഴിവുള്ളവൻ. എന്നാൽ ഇന്നത്തെ കാലത്ത് നമ്മളിൽ പലർക്കും സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ സ്വന്തം ത്യാഗമോ അല്ലെങ്കിൽ മറ്റൊരാളുടെ മധുര വാക്കുകളോ നിങ്ങളെ ഒരു ചതിക്കുഴിയിലേക്ക് നയിക്കുകയാണെങ്കിൽ എന്തു ചെയ്യും? പലപ്പോഴും ശത്രുക്കൾ വരുന്നത് വലിയ ആയുധങ്ങളുമായിട്ടല്ല, മറിച്ച് തിരിച്ചറിയാൻ പറ്റാത്ത വിധം മധുരൻ പുരട്ടിയ വാക്കുകളുമായാണ്. നമ്മുടെ ഉള്ളിലെ ചെറിയൊരു അത്യാഗ്രഹത്തെ അവർ ചൂഷണം ചെയ്യും. അതുകൊണ്ട് ഇത് വെറുമൊരു കേട്ടുകേൾവിയോ വീഡിയോ അല്ല, നിങ്ങളുടെ ജീവിതത്തെ തകർത്തേക്കാവുന്ന 7 മഹാസത്യങ്ങളുടെ വെളിപ്പെടുത്തലാണ് നാം ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതം നരകതുല്യമാക്കുമെന്നും ആപത്തുകൾ ഒളിഞ്ഞിരിക്കുന്ന ആ 7 സ്ഥലങ്ങളെക്കുറിച്ച് ഈ സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് 1000 വട്ടം ചിന്തിക്കുക. നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ, അതിൽ ഒരു തെറ്റായ തീരുമാനം മതി എല്ലാം തകർന്നടിയാൻ. അതിനാൽ നമ്മുടെ അന്തസ്സും സമാധാനവും കാത്തുസൂക്ഷിക്കാൻ നമ്മൾ നിർബന്ധമായും ഒഴിവാക്കേണ്ട 7 സ്ഥലങ്ങളും സാഹചര്യങ്ങളും ഏതെല്ലാമാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇത്തരം സ്ഥലങ്ങളിലേക്കും സാഹചര്യങ്ങളിലേക്കും നിങ്ങളെ ഒരാൾ ക്ഷണിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഒരിക്കലും നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നവരല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാലും ഏതൊക്കെ വഴികളിലൂടെ സഞ്ചരിക്കേണ്ടി വന്നാലും ഈ പരാമർശിച്ച രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്കതിന് വലിയ വില നൽകേണ്ടി വരും. നിങ്ങളുടെ ജീവിതം തന്നെ അവിടെ ബലിയർപ്പിക്കേണ്ടി വരും. നമ്മുടെ ജീവിതം ശരിയായ പാതയിൽ കൊണ്ടുപോകുവാനാണ് പ്രയാസം. തെറ്റായ വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അതിവേഗത്തിൽ ആർക്കും മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. തെറ്റായ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം ഇതാണ് നല്ല യാത്രയെന്ന്. എന്നാൽ നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് വലിയ അപകടങ്ങളിലേക്കാണ്. നമുക്ക് ചുറ്റുമുള്ള പല ആളുകളും നമ്മുടെ ജീവിതം വിജയത്തിൽ എത്തിക്കാണണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. പല ആളുകളും നമ്മുടെ കണ്ണുനീരും നമ്മുടെ വലിയ നഷ്ടങ്ങളും നമ്മുടെ തകർച്ചയും ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. എന്നാൽ അവരുടെ ചിരിയണിഞ്ഞ മുഖംമൂടി കാരണം നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല എന്ന് മാത്രം. എന്നാൽ പ്രപഞ്ചം ഇതെല്ലാം നോക്കിക്കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരെ, നിങ്ങൾക്കായി ശാപവാക്കുകൾ ഉപയോഗിക്കുന്നവരെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആഭിചാരം പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെല്ലാം പ്രപഞ്ചം നോക്കിക്കാണുന്നുണ്ട്. അത്തരം ദുഷ്ടന്മാർക്കുള്ള ശിക്ഷ പ്രപഞ്ചം നൽകുക തന്നെ ചെയ്യും. എന്നിരുന്നാലും ഇവരുടെ കൈകളിൽപ്പെട്ട് നിങ്ങളുടെ ജീവിതം വലിയ പടുകുഴിയിൽ, വലിയ അപകടങ്ങളിൽ കൊണ്ട് ചാടുന്നതിന് മുൻപെയാണ് ഭഗവാൻ ഇത്തരം സന്ദേശങ്ങൾ നൽകുന്നത്. അത് നിങ്ങൾ വിശ്വസിക്കുന്ന പ്രപഞ്ചശക്തിയുടെ ശക്തി തന്നെയാണ്. അതിനാൽ ഇത്തരം കാര്യങ്ങൾ വിശ്വസിക്കുക, സ്വന്തം ജീവിതം സുരക്ഷിതമാക്കുക. നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ വരുന്നത്. നമ്മുടെ പ്രപഞ്ചശക്തി അനുശാസിക്കുന്നതനുസരിച്ച് നാം പോവാൻ പാടില്ലാത്ത ഒരു സ്ഥലം തന്നെയാണ് നമ്മളോട് അസൂയ ഉള്ളവൻ്റെ വീട്. നമ്മുടെ ജീവിതത്തിൽ പലതരം സുഹൃത്തുക്കളും ബന്ധുക്കളും ഉണ്ടാവും. അതിൽ ഒന്നാമതായി ഭഗവാൻ പറയുന്നത്, നിങ്ങളോട് ഉള്ളിൽ പകയോ അസൂയയോ കൊണ്ടു നടക്കുന്ന ഒരാൾ നിങ്ങളെ സ്നേഹത്തോടെ വീട്ടിലേക്ക് ക്ഷണിച്ചാൽ ജാഗ്രത പാലിക്കുക എന്നാണ്. അവർ പുറമേക്ക് വലിയ ചിരിയും സൽക്കാരവും കാണിച്ചേക്കാം, എന്നാൽ അവർ നിങ്ങളെ വിളിക്കുന്നത് നിങ്ങളുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് നിങ്ങളെ മാനസികമായി തകർക്കുവാനോ നിങ്ങളുടെ വീഴ്ചകൾ കണ്ടെത്തുവാനോ ആയിരിക്കും.
നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ, നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കി അത് മറ്റുള്ളവരുടെ മുന്നിൽ പരിഹസിക്കാൻ അവർ ഈ ഒരു അവസരം ഉപയോഗിക്കും. ഭഗവാൻ പറയുന്നു, ശത്രുവിൻ്റെ സൗഹൃദത്തെക്കാൾ അപകടകാരി മറ്റൊന്നില്ല. തുറന്ന ശത്രുവിനെ നമുക്ക് പ്രതിരോധിക്കാം, എന്നാൽ മിത്രത്തിൻ്റെ ഭാവത്തിൽ നിൽക്കുന്ന ശത്രുവിനെ തിരിച്ചറിയാൻ കഴിയില്ല. അവർ നിങ്ങളെ അവരുടെ അധികാരമോ സമ്പത്തോ കാട്ടി നിസ്സാരനാക്കാൻ ശ്രമിക്കും. ഇത്തരം ക്ഷണങ്ങൾ സ്വീകരിക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കാനുള്ള ഒരു മനഃശാസ്ത്രപരമായ കെണിയാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെന്നുപെടാൻ നിങ്ങളുടെ ഉള്ളിലെ പോസിറ്റീവ് ഊർജ്ജം നഷ്ടപ്പെടും. അത്തരം സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് നെഗറ്റീവുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് വഴിയൊരുക്കും. ഇപ്പോഴും ഓർക്കുക, നിങ്ങളുടെ ആത്മാഭിമാനമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത്. അത് പണയപ്പെടുത്താൻ ഒരിക്കലും നിൽക്കരുത്. നാം മനസ്സിലാക്കുക, നമ്മുടെ തളർച്ചയ്ക്ക് വേണ്ടി, നമ്മുടെ തകർച്ചയ്ക്ക് വേണ്ടി പല ആളുകളും പല കെണികളുമായി ഇത്തരത്തിൽ വരും. നാം അതിനെ പ്രതിരോധിക്കുക. നമുക്ക് ചുറ്റുമുള്ള ആളുകളെ നാം കൃത്യമായി വിലയിരുത്തുക. അവരെക്കുറിച്ച് നാം പഠിക്കുക. അവരുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കുക. അത് അവരോട് യുദ്ധം ചെയ്യുവാനല്ല, അവരെ തിരിച്ചറിഞ്ഞ് അത്തരം ആളുകളിൽ നിന്ന് അകലം പാലിക്കുവാനാണ്. അത്തരം ആളുകൾക്കൊപ്പമുള്ള നമ്മുടെ ജീവിതം വലിയ പ്രതിസന്ധികൾ നിറഞ്ഞതായിരിക്കും. കാരണം നിത്യേന അവരുടെ ചിന്തകളിലും പ്രാർത്ഥനകളിലുമെല്ലാം നമ്മുടെ തകർച്ച ആയിരിക്കും. അതിനായി നാം നിന്നുകൊടുക്കാതിരിക്കുക. പ്രിയപ്പെട്ടവരെ, രണ്ടാമതായി നാം കാലുകുത്താൻ പാടില്ലാത്ത ഇടം, ഈ പ്രപഞ്ചശക്തി പറയുന്ന ആ ഇടം മറ്റെവിടെയുമല്ല, ലഹരിയുടെയും അധർമ്മത്തിൻ്റെയും കേന്ദ്രങ്ങളാണ്. തുടക്കത്തിൽ വളരെയധികം ആകർഷണമായി തോന്നുന്ന ഇടങ്ങളാണിവ. കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയോ അല്ലെങ്കിൽ ഒരു രസത്തിനോ ആയിരിക്കാം പലരും ഇത്തരം സ്ഥലങ്ങളിൽ പോകുന്നത്. അവിടെ ചെകുത്താനാണ്, അവിടെ പോസിറ്റീവ് ഊർജ്ജമില്ല. പ്രിയപ്പെട്ടവരെ, അത്തരം സ്ഥലങ്ങളിൽ പോയവരുടെ ജീവിതം പിന്നീട് എന്താവുമെന്ന് നാം കാണുന്നതാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ നാം കാണുന്നതാണ്. ദുരിതപൂർണമായ നരകതുല്യമായ ഒരു ജീവിതമാണ് പിന്നീട് അവർക്കുണ്ടാകുന്നത്. അവർ കാട്ടിക്കൂട്ടുന്നത് എന്താണെന്ന് അവർക്ക് പോലും പറയുവാൻ സാധിക്കില്ല. ഇന്ന് ഈ പ്രപഞ്ചത്തിൽ, ഇന്ന് ഈ സമൂഹത്തിൽ കാണുന്ന പല പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും ദുരിതങ്ങൾക്കും പിന്നിൽ ഈ ഒരു നെഗറ്റീവ് പ്രവർത്തനം തന്നെയാണ്. നാം മനസ്സിലാക്കുക, ഇതൊരു ചെളിക്കുണ്ടാണ്. ഒരിക്കൽ വീണാൽ തിരിച്ചു കയറാൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രപഞ്ചം പറയുന്നത്, മദ്യവും ചൂതാട്ടവും നിങ്ങളുടെ പണം മാത്രമല്ല നശിപ്പിക്കുന്നത്, ഇത് നിങ്ങളുടെ ചിന്താശേഷിയെയും വിവേകത്തെയും ഇല്ലാതാക്കുന്നു. ലഹരി തലയ്ക്ക് പിടിക്കുമ്പോൾ ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ബുദ്ധി മനുഷ്യന് നഷ്ടമാവുന്നു. ഇവിടെ നിങ്ങൾ പണം മാത്രമല്ല നഷ്ടപ്പെടുന്നത്, നിങ്ങളുടെ സമയവും അന്തസ്സും കുടുംബത്തിൻ്റെ വിശ്വാസം, എല്ലാറ്റിനും ഉപരി നിങ്ങളുടെ സമാധാനം എന്നിവ ഇവിടെ ഹോമിക്കപ്പെടുന്നു. എത്രയോ വലിയ ധനികർ ചൂതാട്ടവും മദ്യപാനവും കാരണം തെരുവിൽ ആധാരമായിട്ടുണ്ടെന്ന് ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നു. അതുകൊണ്ട് ഓർക്കുക, ഇത് ആത്മനാശത്തിലേക്കുള്ള കവാടമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മുന്നിലേക്ക് ഈ അധ്യായം എത്തിയെങ്കിൽ അത് യാദൃശികമല്ല, അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ്. നിങ്ങളെ തേടി ഏതോ ഒരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. ആരോ നിങ്ങളെ തകർക്കാനായി ശ്രമിക്കുന്നുണ്ട്. ഏതോ ഒരിടം നിങ്ങൾക്ക് യോജിച്ചതല്ലാത്തതുണ്ട്. അതുകൊണ്ട് നിങ്ങളിതിനെ ഒരു കഥ കേൾക്കുന്ന ലാഘവത്തിൽ കേട്ട് തള്ളിക്കളയാതിരിക്കുക. നിങ്ങളിതിനെ പരിശോധിക്കുക. നിങ്ങളുടെ ജീവിതമായി സാമ്യമുള്ളവരെ നിങ്ങളിതിൽ നിന്ന് സ്വീകരിക്കുക തന്നെ ചെയ്യുക. ഈ ഒരു അധ്യായം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓം നമ ശിവായ എന്ന് കമൻ്റായി രേഖപ്പെടുത്തുക. ഭഗവാന്റെ നാമം ജപിക്കുന്നത് പോലും നിങ്ങളുടെ ജീവിതത്തിലെ ദുഷ്ടശക്തികളകന്ന് നിങ്ങളുടെ ജീവിതത്തിലെ നെഗറ്റീവ് ഊർജ്ജം ഇല്ലാതാവി പോസിറ്റീവ് ഊർജ്ജം കടന്നു വരുന്നതിന് സഹായിക്കുന്നതാണ്. നമ്മുടെ പ്രപഞ്ചം അനുശാസിക്കുന്നതനുസരിച്ച് നാം പോവാൻ പാടില്ലാത്ത മറ്റൊരു സ്ഥലം, നിങ്ങളെ ആവർത്തിച്ച് അപമാനിക്കുന്ന ഇടങ്ങൾ. നമ്മുടെ അന്തസ്സിന് വിലയില്ലാത്ത ഒരിടത്തും നാം നിൽക്കരുത്. അത് നിങ്ങളുടെ ബന്ധുക്കളുടെ വീടോ ഒരു ചടങ്ങോ, എന്തിന് നിങ്ങളുടെ ജോലി സ്ഥലമോ ആവാം. ചിലർ നമ്മെ കാണുമ്പോൾ തന്നെ കളിയാക്കാനും തരം താഴ്ത്തി സംസാരിക്കാനും തുടങ്ങും. നമ്മളത് തമാശയായി കണ്ട് തള്ളിക്കളയാൻ ശ്രമിച്ചേക്കാം. എന്നാൽ ആ അപമാനം എന്നത് ഒരു സ്ലോ പോയസനാണ്. അത് നിങ്ങളുടെ ആത്മാഭിമാനത്തെ പതുക്കെ കൊന്നുകളയും. ഭഗവാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അപമാനിക്കപ്പെടുന്ന ഇടങ്ങളിലേക്ക് വീണ്ടും പോകുമ്പോൾ നിങ്ങളെ അപമാനിക്കുന്നത് തെറ്റല്ല എന്ന സന്ദേശമാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്നത്. നമ്മൾ വീണ്ടും വീണ്ടും അവിടെ ചെല്ലുമ്പോൾ അവർ വിചാരിക്കും, നമുക്കെന്തും പറയാം, ഇവന് ആത്മാഭിമാനമില്ല എന്ന്. ലോകം നിങ്ങളെ ബഹുമാനിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ ബഹുമാനിക്കണം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ സാന്നിധ്യം ആഗ്രഹിക്കാത്ത, നമ്മളെ ബഹുമാനിക്കാത്ത ഒരിടത്തും നമ്മുടെ കാൽപ്പാടുകൾ പതിയാൻ പാടില്ല. നാലാമത്തെ സാഹചര്യം വളരെ തന്ത്രപ്രധാനമായ ഒന്നു തന്നെയാണ്. പ്രപഞ്ചം ചൂണ്ടിക്കാണിക്കുന്നത്, രണ്ടു ശക്തന്മാർ തമ്മിൽ പോരടിക്കുമ്പോൾ അവർ രണ്ടുപേരും നിങ്ങളെ അവരുടെ പക്ഷത്തേക്ക് വിളിച്ചേക്കാം. അത് രണ്ട് വലിയ രാഷ്ട്രീയ നേതാക്കളാകാം, രണ്ട് അധികാരം അല്ലെങ്കിൽ സമൂഹത്തിൽ സ്വാധീനമുള്ള രണ്ട് വ്യക്തികളാവാം. അവരുടെ സ്വാധീനം കണ്ട് അതിൽ ഇടപെടാൻ നാം തുനിഞ്ഞേക്കാം. എന്നാൽ ആ പോരാട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്നത് ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ്. അതൊരു കാട്ടുതീ പോലെയാണ്.
അതിൽ നിങ്ങൾ കരിഞ്ഞു പോകും. അവർ തങ്ങളുടെ സ്വാധീനവും പണവും ഉപയോഗിച്ച് രക്ഷപ്പെടും. എന്നാൽ അവർ നിങ്ങളെ ഒരു വെറും ആയുധം മാത്രമായി ഉപയോഗിക്കും. അവരുടെ തർക്കം അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ തമ്മിൽ ഒത്തുതീർപ്പാകുമ്പോൾ നിങ്ങൾ രണ്ടുപേർക്കും ശത്രുവായി മാറും എന്നത് മാത്രമായിരിക്കും മിച്ചം. ബുദ്ധിമാൻ ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് അകന്നു പോവുകയും സ്വന്തം സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ സ്വന്തം ഭവനത്തിലെ കാര്യമായാൽ പോലും നാം നിസ്വാർത്ഥമായി നമ്മുടെ പ്രവർത്തനങ്ങൾ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക. ആരുടെയും പക്ഷത്ത് ചേർന്ന് ആർക്കൊപ്പവും പ്രവർത്തിക്കാതിരിക്കുക. നാം നേരിൻ്റെ പക്ഷത്ത് മാത്രം ചേർന്നു നിൽക്കുക. മറ്റുള്ളവരുടെ അധികാര വടംവലിയിൽ നാം ചെന്ന് തലവെച്ച് കൊടുക്കരുത്. അത് നിങ്ങൾക്ക് തന്നെ മെനയായി മാറും. ഇനി അടുത്തതായി, നാം ഒരാളെ സഹായിക്കുന്നത്, മറ്റുള്ളവരെ സഹായിക്കുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. എന്നാൽ ഈ പ്രപഞ്ചം ചൂണ്ടിക്കാണിക്കുന്നു, നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളുടെ സമയവും ഊർജവും സ്നേഹവും പകർന്നു നൽകിയിട്ടും പകരം അവഗണനയും നന്ദികേടും മാത്രം ലഭിക്കുന്ന ഇടങ്ങളുണ്ടോ എങ്കിൽ അവിടെ നിന്ന് പടിയിറങ്ങേണ്ട സമയമായി. ദയ എന്നത് വലിയൊരു ഗുണമാണ്. എന്നാൽ അത് അർഹിക്കാത്തവരുടെ മേൽ ചൊരിയുന്നത് സ്വന്തത്തോടുള്ള അനീതിയാണ്. നമ്മൾ എത്ര സഹായിച്ചാലും ചിലർക്കത് പോരാതെ വരും. അതുമാത്രമല്ല, അത്തരം ആളുകൾ നിങ്ങളുടെ നന്മയെ ഒരു ബലഹീനതയായി കാണും, നിങ്ങളെ ചൂഷണം ചെയ്യും. നിങ്ങളുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. അത് നിങ്ങളെ വിലമതിക്കുന്നവർക്കായി മാത്രം മാറ്റിവെക്കുക. നന്ദി കെട്ടവരുടെ മുന്നിൽ പോയി നിങ്ങളുടെ ജീവിതം പാഴാക്കരുത്. ഇങ്ങനെയുള്ളവരുടെ ഇടയിൽപ്പെട്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ജീവിതം പാഴായിപ്പോയ ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട്. അവർ അത് തിരിച്ചറിയുന്നത് വളരെ വൈകിയായിരിക്കും. നാം ചെയ്തതെല്ലാം വെറുതെയാണ്, ആർക്കും ഒരു നന്ദിയുമില്ല എന്നുള്ള തിരിച്ചറിവുണ്ടാകുന്നത് വളരെ വൈകിയായിരിക്കും. അത് വലിയ വേദനാജനകമായിട്ടുള്ള കാര്യം തന്നെയാണ്. അത്തരം സാഹചര്യങ്ങളിലേക്ക് പോകാതിരിക്കാൻ തന്നെ വേണ്ടിയാണ് ഭഗവാൻ ഈ പ്രപഞ്ചം നിങ്ങൾക്കായി ഇത്തരം മുന്നറിയിപ്പുകൾ നൽകുന്നത്. ഇത്തരം കാര്യങ്ങളെ വിലയിരുത്തി പോകുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ പോകുവാൻ സാധിക്കും. അല്ലാത്തവർ പിന്നീട് തിരിച്ചറിവ് വരുമ്പോഴേക്കും വളരെ വൈകി ഒരുപാട് ദൂരം സഞ്ചരിച്ചു കാണും. പിന്നീട് നമുക്ക് ശരിയായ ദിശയിലെത്തണമെങ്കിൽ അവിടെ നിന്നും ഒരുപാട് സഞ്ചരിക്കേണ്ടി വരും. ജീവിതം എന്നത് വളരെ ചെറുതാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആറാമതായി, അധർമ്മത്തിന് കൂട്ടുനിൽക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളാണ്. ഒരു നുണ നിലനിർത്താനോ അല്ലെങ്കിൽ ഒരു തെറ്റ് മറിച്ചു പിടിക്കാനോ നിങ്ങളെ ആരെങ്കിലും ഒരു ഇടത്തേക്ക് വിളിക്കുകയാണെങ്കിൽ അത് നിരസിക്കുക. നിങ്ങളുടെ സത്യസന്ധത പരീക്ഷിക്കപ്പെടുന്ന ഇടമാണത്. നാം വിചാരിക്കും, ഒരു ചെറിയ നുണയല്ലേ, സുഹൃത്തിന് വേണ്ടിയല്ലേ എന്ന്. എന്നാൽ ഈ പ്രപഞ്ചശക്തി ചൂണ്ടിക്കാണിക്കുന്നു, ഒരു ചെറിയ നുണ നിങ്ങളെ വലിയൊരു നുണയുടെ വലയിലേക്ക് നയിക്കും. ആ നുണ മൂടിവെക്കാൻ പിന്നീട് 100 നുണകൾ പറയേണ്ടി വരും. ഒരിക്കൽ നിങ്ങളുടെ സത്യസന്ധത ചോദ്യം ചെയ്യപ്പെട്ടാൽ പിന്നെ അത് വീണ്ടെടുക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, സമൂഹത്തിൽ നിങ്ങളുടെ വിശ്വസ്തത തകരും. അതുകൊണ്ട് എപ്പോഴും ഓർക്കുക, സത്യത്തിൻ്റെ പാതയാണ് ഏറ്റവും സുരക്ഷിതം. നുണയുടെയും ചതികളുടെയും ഭാഗമാകാൻ നമ്മൾ ഒരിക്കലും സമ്മതിക്കരുത്. ഇനി ഏഴാമതും അവസാനതുമായി ഈ പ്രപഞ്ചം അനുശാസിക്കുന്നൊരു കാര്യമാണ് നമ്മുടെ സ്വഭാവശുദ്ധിയെ സംബന്ധിക്കുന്നത്. പരപുരുഷൻ്റെയോ പരസ്ത്രീയുടെയോ കൂടെ തെറ്റായ ലക്ഷ്യത്തോടെ ഏകാന്തതയിൽ സമയം ചിലവഴിക്കുന്നത് ഈ പ്രപഞ്ചശക്തി കർശനമായി വിലക്കുന്നു. ഇത് നിങ്ങളുടെ സ്വഭാവശുദ്ധിയെ തകർക്കുന്ന ഒന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ ആഘാതം ഭയാനകമായിരിക്കും. ഇതൊരു ചെറിയ തെറ്റല്ല. താൽക്കാലികമായ ചില സുഖങ്ങൾക്കോ ആകർഷണങ്ങൾക്കോ വേണ്ടി ഇത്തരം സാഹചര്യങ്ങളിൽ ചെന്നുപെട്ടാൽ നിങ്ങളുടെ കുടുംബത്തെയും ഭാവിയെയും സമൂഹത്തിലെ നിങ്ങളുടെ സ്ഥാനത്തെയും ഇത് എന്നേക്കുമായി ഇല്ലാതാക്കും. ചാണക്യൻ്റെ നയമനുസരിച്ച് ഒരാളുടെ സ്വഭാവത്തിൽ ഒരിക്കൽ കറ പുരണ്ടാൽ അത് മായ്ച്ചു കളയുക അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ ധാർമ്മികതയില്ലാത്ത ഏകാന്തതകളെയും തെറ്റായ ബന്ധങ്ങളെയും പൂർണ്ണമായി ഒഴിവാക്കുക. ഒരുപക്ഷെ നെഗറ്റീവ് ഊർജത്തിൻ്റെ പ്രവർത്തന ഫലമായും അല്ലായെങ്കിൽ ചില ആഭിചാരങ്ങൾ കൊണ്ടും പല ആളുകളും ഇങ്ങനെയുള്ള തെറ്റുകളിൽ ചെന്ന് പെടാറുണ്ട്. ജീവിതം വലിയ ചതിക്കുഴിയിൽ അപകടങ്ങളിലേക്ക് നീങ്ങാറുണ്ട്. നിങ്ങൾ അത്തരത്തിൽ ബുദ്ധിമുട്ടുന്ന ഒരാളാണെങ്കിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും വിശേഷാൽ ദിവസങ്ങളിലും നടക്കുന്ന നമ്മുടെ ശക്തിയേറിയ പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന ഇത്തരം ദുഷ്ടശക്തികളെല്ലാം നീക്കി നിങ്ങളുടെ ജീവിതം നേരായ ദിശയിലേക്ക് നയിക്കുവാനും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമ്പത്തും എല്ലാം നിറഞ്ഞു നിൽക്കുവാനും സഹായിക്കുന്നു. അതിനായി നിങ്ങളുടെ പേരും നാളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ചർച്ച ചെയ്ത ഈ 7 കാര്യങ്ങൾ വെറുമൊരു നിയമങ്ങളല്ല, മറിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു വഴിവിളക്കാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഈ പ്രപഞ്ചത്തിൽ ഈ കാര്യങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ്. ആധുനിക സമൂഹത്തിൽ എത്രത്തോളം ഇത് പ്രസക്തമാണെന്ന് നിങ്ങൾക്ക് ചിന്തിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും. നമ്മുടെ സമ്പത്തിനേക്കാൾ വിലയുള്ള ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ അന്തസ്സ്, നമ്മുടെ സമാധാനം, അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവശുദ്ധി എന്നിവയാണവ. പണം പോയാൽ നമുക്ക് കഠിനാധ്വാനത്തിലൂടെ അത് തിരിച്ചു പിടിക്കാം. എന്നാൽ ഒരിക്കൽ നഷ്ടപ്പെട്ട അന്തസ്സും സമാധാനവും സ്വഭാവശുദ്ധിയും എത്ര കോടികൾ മുടക്കിയാലും നമുക്ക് തിരികെ ലഭിക്കുകയില്ല. ഇവിടെ പരാമർശിച്ച 7 സ്ഥലങ്ങളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വലിയ സമ്പാദ്യങ്ങളെ സുരക്ഷിതമാക്കാൻ കഴിയും.
ബുദ്ധിപൂർവ്വം ജീവിക്കുക എന്നത് നമ്മുടെ കടമയാണ്. നിങ്ങളുടെ എവരുടെയും ജീവിതത്തിൽ നിന്ന് എല്ലാ ദുഷ്ടശക്തികളും അകന്ന് സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമ്പത്തും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് നാം പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്താം. ഇത്തരം വിശ്വാസ സംബന്ധമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ പിന്തുടരുക.